സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ സമയമാണ്. അദ്ദേഹം കൂടുതൽ നമ്മളൊക്കെ ഒരു എൻഗേജ്ഡ് ആവാതെ അദ്ദേഹം നമ്മളോടൊപ്പം കൂടുതൽ എൻഗേജ് ആവാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം അദ്ദേഹത്തിന് തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് കാണുന്ന നാട്ടുകാരുടെ ഒരു സന്തോഷം, വീട്ടുകാരുടെ കോളുകൾ, അങ്ങനെ അത്തരത്തില് ഇങ്ങനെ ഭയങ്കര ബിസിയാണ്. സ്വാഭാവികമായും ഈ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ പരിചയക്കാരും അടുപ്പക്കാരും എല്ലാം ആശംസകൾ അറിയിച്ചുകൊണ്ട് വിളിക്കും, അവിടേക്ക് എത്തും. അതിന്റെ ഒരു വലിയ തിരക്ക് ലതീഷിന്റെ കടയിലുണ്ട്. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ലതീഷിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആജ്ഞ, ഒരു കാര്യം ലതീഷിനോട് നമുക്ക് ചോദിക്കണം, ആർക്കാണ് ഈ ടിക്കറ്റ് വിറ്റത് എന്നതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ, സൂചനയുണ്ടോ ലതീഷിന് എന്നുള്ളത്? അദ്ദേഹം പറഞ്ഞത് 800 ടിക്കറ്റാണ് അദ്ദേഹം വിറ്റത്. അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഇത് തന്നെയാണ്. എന്നാൽ പോലും ഇപ്പം എന്തായാലും ലതീഷിന്റെ കയ്യിൽ നിന്ന് വിറ്റ ടിക്കറ്റാണ് എന്നുള്ള കാര്യം ഭാഗ്യശാലിക്ക് എന്തായാലും അദ്ദേഹം അറിയുകയും ചെയ്യാമല്ലോ. അപ്പൊ എന്തായാലും വളരെ താമസിയാതെ അദ്ദേഹത്തെ, അതായത് അധികം എനിക്ക് തോന്നുന്നില്ല നമ്മൾ മുൻപ് ഉള്ളതുപോലെ ഭാഗ്യശാലിയെ കണ്ടെത്താൻ വളരെ വൈകുന്ന ഒരു സാഹചര്യമൊന്നും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹവും ഈ ഭാഗ്യശാലി ആരാണെന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലതീഷ് തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ അതായത് അത്രയും അധ്വാനിച്ചാൽ പോലും ഒരു പക്ഷേ ഈ 2.5 കോടി രൂപ കയ്യിൽ വരുമായിരുന്നില്ല. വലിയ ഭാഗ്യമാണ് തന്നെയും തേടിയെത്തിയത്. അതായത് ഈ 25 കോടിക്കൊപ്പമുള്ള ആൾക്കൊപ്പം തന്നെയും ഭാഗ്യദേവത കടാക്ഷിച്ചു എന്ന് വേണം പറയാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വലിയ ഭാഗ്യമാണ് തന്നെയും തേടിയെത്തിയിരിക്കുന്നതെന്നാണ് രതീഷും പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു 1 കോടി രൂപയുടെ പ്രൈസ് മണിയും കൂടി നേരത്തെയും അദ്ദേഹത്തിന് വിറ്റ ടിക്കറ്റിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് കാണാം വലിയ തിരക്കാണ് ഇവിടെ. ഈ രതീഷിന്റെ ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിന് പ്രൈസ് മണി അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ് ഇവിടെ കൂടിയ ആൾക്കാരാണ്, ആശംസകളുമായി എത്തുന്നവരാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം എന്തായാലും വലിയ തിരക്കിലാണ് ഇപ്പോൾ. തീർച്ചയായും അജയ, നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം ബിസിയാണ് അദ്ദേഹം എന്നുള്ളത്. സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തവന്റെയും വിറ്റവന്റെയും ഭാഗ്യമാണ് ഒരേപോലെ. അദ്ദേഹത്തിനും വലിയൊരു 2.5 കോടിയോളം രൂപയാണ് അദ്ദേഹത്തിന് ഈ ടിക്കറ്റ് വിറ്റതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം ഒരു കോടീശ്വരനായി വലിയ സന്തോഷം നൽകുന്ന നിമിഷമാണ്. അപ്പോൾ ആ സന്തോഷം വാക്കുകൾ കൂടി അറിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ ഈ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ ഞാൻ എത്രത്തോളം വലിയ സന്തോഷവാനാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ആ ഒരു മുഖത്തു നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എത്രത്തോളം ത്രില്ലിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളത്. എന്തായാലും 800 ടിക്കറ്റാണ് അദ്ദേഹം വിറ്റത്. അപ്പോൾ ആരെയാണ് ആ ഭാഗ്യം കടാക്ഷിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ അറിയില്ല എന്നുള്ളതാണ്. 800 ടിക്കറ്റ് വാങ്ങിപ്പോയ ആളുകളെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ അന്വേഷിക്കുകയാണ് ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ളത്. ആജ്ഞ, ഈ ലതീഷിന്റെ നേതൃത്വത്തിൽ സ്വാഭാവികമായും ഈ 800 പേർക്കിടയിലെ ആ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ടാവുമല്ലോ അവിടെ ഇപ്പോൾ? തീർച്ചയായിട്ടും അറിയാം. എന്തായാലും അദ്ദേഹത്തിന് ഒരുപക്ഷെ ലതീഷിന് അറിയില്ലെങ്കിൽ പോലും ലതീഷിന്റെ കയ്യിൽ നിന്നും ടിക്കറ്റ് വാങ്ങിയത് ആരാണ്, അല്ലെങ്കിൽ ഭാഗ്യം ലഭിച്ചത് ആരാണെന്ന് അവർക്കറിയാം. അപ്പോൾ ലതീഷിന്റെ അടുത്ത് തന്നെ അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടല്ലോ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വലിയ, എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും കടന്നു പോകില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ തന്നെ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ലതീഷിനും ഭാഗ്യശാലിക്കൊപ്പം ലതീഷിനെയും ഭാഗ്യം കടാക്ഷിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ തന്നെയാണല്ലോ അദ്ദേഹം നമ്മളോടും പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം അതീവ സന്തോഷവാനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഏജൻസി പ്രൈസ് വാങ്ങിയത് അറിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളും നമുക്ക് പിന്നിൽ കാണുന്ന തിരക്കറിയാം. എല്ലാവരും ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെല്ലാവരും, ബന്ധുക്കളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ഒക്കെ അദ്ദേഹത്തിന് സന്തോഷം അറിയിക്കാൻ എത്തുന്നത്. മധുര വിതരണം നടക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ലതീഷ് ഉള്ളത്. നേരത്തെ നമ്മൾ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ സംസാരിച്ചത് ഇപ്പോഴും അവർ പറഞ്ഞതും 800 ടിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. ആ 800 ടിക്കറ്റിൽ ഒരാളാണ് ഭാഗ്യവാനെന്നാണ് ആണല്ലോ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ 800 പേരിൽ ആര് എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർത്തെടുക്കാനോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്യാനോ പ്രയാസമുണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹവും ഉള്ളത്. എന്തായാലും അദ്ദേഹത്തെയും ഏജന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെയും വലിയ ഭാഗ്യമാണ് കടാക്ഷിച്ചിട്ടുള്ളത്. ആര്യ.
തീർച്ചയായും ആജ്ഞ ലതീഷിന്റെ ലോട്ടറി ടിക്കറ്റ് കടയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. അവിടെ വലിയ തിരക്ക് നമുക്ക് കാണാം. അദ്ദേഹത്തെ പരിചയമുള്ള, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള, ബന്ധുക്കളായിട്ടൊക്കെയുള്ള ആളുകളാണ് അവിടേക്ക് ഇപ്പോൾ ഒഴുകി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ആശംസകൾ അറിയിക്കാൻ, അദ്ദേഹത്തിന്റെ സന്തോഷത്തിനൊപ്പം പങ്കുചേരാൻ എത്തിയവരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാം. 800 ടിക്കറ്റാണ് അദ്ദേഹം വിറ്റിട്ടുള്ളത്. അപ്പോൾ ആ 800-ൽ ഒരാളാണ് ആ ഭാഗ്യശാലി. ആ ഭാഗ്യശാലി ആരാണ്? ആ സമ്മാനാർഹമായ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഓർമ്മയില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സ്വാഭാവികമായും ആ ലോട്ടറി എടുത്ത ഭാഗ്യശാലി അദ്ദേഹത്തെ സമീപിക്കുമല്ലോ, ഫോൺ വിളിക്കും, ബന്ധപ്പെടും, അവിടേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ സമാന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗ്യശാലി ആരാണ് എന്നതിനെക്കുറിച്ച്. ആജ്ഞ, അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു കുറേ ബന്ധുക്കളെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും അദ്ദേഹത്തിന്റെ സന്തോഷത്തിനോടൊപ്പം ചേരാൻ എത്തിയ ആളുകളെയൊക്കെ കണ്ടു. ഒരുപക്ഷെ നമുക്ക് അവരോടൊക്കെ നിന്ന് സംസാരിക്കാനും ആ സന്തോഷം എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്നും ഒക്കെ അറിയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ആര്യ, ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ മീൻസ് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ രതീഷ് ഭയങ്കര ബിസിയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് അദ്ദേഹത്തിന്റെ പരിചയക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇവിടെ അടുത്തുള്ളതാണ് ഈ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ലോട്ടറി എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. ഏത് സാഹചര്യത്തിലാണ്? റിസൾട്ട് വന്നില്ലേ? ആര്യ, അതിന്റെ ഇടയിലും അദ്ദേഹം നമ്മളോട് സംസാരിച്ച ആളും ബിസിയായി പോയി. മറ്റൊരു ലോട്ടറി വിൽപ്പനക്കാരൻ വന്ന ശേഷം. ചേട്ടാ, ഇദ്ദേഹത്തെ അറിയാവുന്ന ആളാണോ? ഒരു 25 കൊല്ലമായിട്ടുള്ള ബന്ധമുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. കാരണം അദ്ദേഹം ഇവിടെ ഒരു 17-ാം വയസ്സിൽ ഇവിടെ വന്നാണ്. അനിയനും ചേട്ടനും കൂടെ ഒന്ന് വെളിച്ചെണ്ണക്കട ആരംഭിച്ചു. ഈ അടുത്ത കാലത്താണ് പുള്ളി ഈ ലോട്ടറിയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ അതിന്റെ ഇടയിൽ എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിരിക്കും, ഫ്രീ ടൈമിൽ ഇവിടെ വന്നിരിക്കും. ഞാൻ ഇവിടുത്തെ ചെയർമാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയുടെ. ഇവിടെ സമയം കളയുകൊണ്ട് വർത്താൻ എന്നോട് പറയും 1 കോടി രൂപ ഇവിടെ അടിക്കും. പക്ഷെ അത് ആ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അടിച്ചു. ഇന്ന് രാവിലത്തെ കഥ ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവൻ പുതിയ ഷർട്ട് ഇട്ടാണ്. അപ്പൊ എന്നോട് പറയും, ജബ്ബാറക്ക ഒരു 500 ലഡു വേണ്ടപ്പോ, ഇത്രയും പപ്സ് മതി. ഞാൻ ചെന്താടും ഇവിടെയാണ് അടി. ഞാൻ ചെണ്ടക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ അല്ല, പുതിയ ഷർട്ടിട്ട് വന്നല്ലേ, ഞാൻ പുതിയ ഷർട്ടിട്ട് വന്നേക്കുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് 1:10 റിസൾട്ട് കൊടുത്തു. അല്ല, നല്ല മനസ്സും കൂടി ഉണ്ടാവുള്ള ആളെ, നല്ല മനസ്സിന്റെ ആയിരിക്കാം ഈ 25 കോടിയും ഇവിടുത്തെ കൈവഴി പോയത് തന്നെ. ലാസ്റ്റ് ടിക്കറ്റ് വിറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കുക. അതും കൂടി പറഞ്ഞു. ലാസ്റ്റ് 5 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് 5 ടിക്കറ്റ് ഒരു ലേഡി വന്നെടുത്തു. അപ്പൊ ലേഡി ചോദിച്ചു, ഇത് എപ്പോഴാണ് നടക്കും, ഇപ്പൊ ഇനി വിൽക്കാൻ വന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രൈസ് അറിയുന്നത് ഇത് ഇവിടെ വിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കൂട്ടുകാരാണ് ലാസ്റ്റ് ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു 2 ദിവസം മുമ്പ് ഈ ടിക്കറ്റ് പോയായിരുന്നു. ഏതാണ് സംഭവം? ആളാരാന്ന് ഇതുവരെ വന്നിട്ടില്ല. എന്താണ്ട് നെട്ടൂര്, കുണ്ടന്നൂര് ആ ഭാഗത്ത് അതിന്റെ അപ്പുറം വിട്ടു പോകൂല. ആര്യ, ആളാരാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തായാലും ഈ അടുത്ത് തന്നെയുള്ള പ്രദേശമാണ്. കുണ്ടന്നൂരോ നെട്ടൂരോ ഒക്കെ തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റിന് വലിയ ബഹളമായിരുന്നു. വലിയ എല്ലാ ഏജൻസിയിലും പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റ് തന്നെയായിരുന്നു കൂടുതൽ ആളുകളും അന്വേഷിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ആ സീരീസിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 15-16 ലക്ഷം ടിക്കറ്റുകളോളം ആ ഒരു ഇതിൽ കൃത്യമായ കണക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സീരീസിൽ വിറ്റുപോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ വിചാരിച്ചത് പാലക്കാട് പ്രദേശത്താണ്. പക്ഷേ നെട്ടൂരത്തെ ഏജൻസിയിലേക്ക് വരുന്നു. ആറ്റിങ്ങൽ മെയിൻ ഏജൻസിയായിട്ടുള്ള ഭഗവതി ഏജൻസിയുടെ ശാഖയാണ് ഇവിടെയുള്ളത്, വൈറ്റിലയിലുള്ളത്. ഭഗവതി ഏജൻസിയിൽ നിന്നും വിൽക്കുന്ന 800 ടിക്കറ്റിൽ ഒന്ന് ഈ നെട്ടൂരത്തെ ലോട്ടറി ഏജൻസി ഉടമയായ ലതീഷിന്റെ ഇതിലേക്ക് വരുന്നു. അദ്ദേഹം വളരെ അടുത്ത കാലത്താണ് ലോട്ടറി വിൽപ്പനയിലേക്ക് കടന്നത്. ഈ ഒരു മേഖലയിലേക്ക് കടന്നതന്നെ വളരെ ഭാഗ്യം അന്വേഷിച്ചെത്തി എന്നുള്ളതാണ് ഏറെ അതിശയകരം, അല്ലേ ആജ്ഞ? നേരത്തെ ഒരു മാസം മുമ്പ് 1 കോടി രൂപയുടെ ടിക്കറ്റ് വിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ 25 കോടിയുടെ ഭാഗ്യശാലി
ഭാഗ്യശാലിക്ക് ആ ടിക്കറ്റ് വിറ്റതും ലതീഷ് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഒരുപാട് ആകർഷിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് രാവിലെ ഒരു പുതിയ ഷർട്ട് ഇട്ട് വരുന്നു, ചെണ്ടമേളക്കാരെ ഏർപ്പാടാക്കുന്നു, ലഡു വേണ്ട പപ്സ് മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഏൽപ്പിക്കുന്നു. അപ്പോൾ ടിക്കറ്റ് ഭാഗ്യശാലി ഇവിടെ തന്നെയാണ്, ഈ കടയിൽ നിന്ന് പോയ ടിക്കറ്റിന് തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം കാലയെ കൂട്ടി അറിഞ്ഞതുപോലെ എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ടാണ് അദ്ദേഹം നിന്നത് എന്നതുകൂടിയാണ് അല്ലേ? യെസ്, ആജ്ഞയിലേക്ക് നമുക്ക് എത്താം. ടെലിഫോൺ ലൈനിൽ ചെറിയൊരു തടസ്സം നേരിട്ടു.